ഓരോരുത്തരും ജീവിതത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നവരാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് ചോദ്യം. എന്താണ് ചോദിക്കുന്നതെന്നോ ഉത്തരം എന്താണെന്നോ നമുക്ക് പറയാൻ പറ്റുകയില്ല. ഒരു കൊച്ചുകുട്ടി എന്നോട് ചോദിച്ചു, ജോസഫച്ച, ഏപ്രിൽ 1-ാം തീയതി എല്ലാവർക്കും വല്ലാത്ത ആവി, ഒരു ചൂട് തോന്നുന്നു, അതിൻ്റെ കാരണം എന്താ? ഞാൻ പറഞ്ഞു, ഗ്ലോബൽ വാർമിംഗ് ഡേ ആയതുകൊണ്ടാണോ? അല്ല. ഏപ്രിൽ പൂൾ ആയതുകൊണ്ടാണോ? അല്ല. പിന്നെ എന്താ ഇത്രയും വലിയ ചൂട്? പിന്നെ ആ കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛോ, മനുഷ്യരെല്ലാവരും മാർച്ച് കഴിഞ്ഞ് വരികയാണ്, അതിൻ്റെ ആവിയാണ് ഏപ്രിൽ 1-ാം തീയതി. എന്താ ചോദ്യം, എന്താ ഉത്തരവെന്ന് പറയാൻ പറ്റിയല്ല. ഒരു കൊച്ചുകുട്ടി കുട്ടിക്കൂറാടെ പൗഡർ ടിൻ കയ്യിലെടുത്ത് പിടിച്ചിട്ട് പൗഡർ ടിന്നോട് ഒറ്റയ്ക്ക് വർത്തമാനം പറയുന്നു. അമ്മ ചോദിച്ചു, എന്നതാടാ നീ പൗഡർ ടിന്നോട് വർത്തമാനം പറയുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ചോദ്യം ചോദിക്കുകയായിരുന്നു. എന്നാടാ? ഞാൻ ചോദിക്കുകയായിരുന്നു, കുട്ടിക്കൂറ ഈ അപ്പം കൂറായും അമ്മക്കൂറായും ഇല്ലാതെ കുട്ടിക്കൂറ എങ്ങനെ ഉണ്ടായി? ന്യായമായ ചോദ്യം. ഇത് ചോദ്യങ്ങളുടെ ലോകമാണ്. 100 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരൊറ്റപ്പെട്ട ചോദ്യം ഈ സമയത്ത് നമ്മൾ ചോദിക്കുന്നു, ആരാണ് മനുഷ്യൻ? ആരാണ് മനുഷ്യൻ? കുട്ടികളും യുവജനങ്ങളും മുതിർന്നവരും എല്ലാവരുമുള്ള സദസ്സിൽ ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കും, ആരാണ് മനുഷ്യൻ? മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിന് ലോകത്തിൽ പലരും ഉത്തരം തന്നു. പക്ഷെ ആ ഉത്തരങ്ങൾ ശാശ്വതമല്ല. വേദപുസ്തകം നൽകുന്ന ഉത്തരമാണ് മനുഷ്യൻ ആര് എന്ന ചോദ്യത്തിൻ്റെ മനോഹരമായ ഉത്തരം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ഉം 27-ഉം വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി സൃഷ്ടിച്ചു. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ കിരീടമാണ്. യെശയ്യാ 43:1-5 വരെ വാക്യങ്ങൾ. എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരനും ബഹുമാന്യനുമാണ്. ദൈവം നമ്മളെ വിലപ്പെട്ടവരായി സൃഷ്ടിച്ചു. അതുകൊണ്ട് ഈ ലോകത്ത് ആകെ 12 കോടി ജീവവർഗങ്ങളുണ്ട്. അതിൻ്റെ കിരീടമാണ് മനുഷ്യൻ. മാൻ ഈസ് എ ക്രൗൺ ഓഫ് ക്രിയേഷൻ. സൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ. എന്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിയുടെ മകുടമെന്ന് പറയുക? ലോകത്തൊരു ജീവിക്കുമില്ലാത്ത 4 പ്രത്യേകതകൾ അച്ഛന്മാരായ ഞങ്ങൾക്കും നിങ്ങൾക്കുമുണ്ട്. 4 പ്രത്യേകതകൾ. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസ്സാക്ഷി, 4 അമർത്യത. 4 സമ്മാനങ്ങൾ ദൈവം മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട്. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞു മുതൽ വാർദ്ധക്യത്തിന് നിലവിലായിരിക്കുന്ന ഒരു പിതാവ് വരെ, ഒരു മാതാവ് വരെ ഈ 4 ദാനങ്ങൾ ദൈവം കൊടുത്തിരിക്കുന്നു. 1 ബുദ്ധിശക്തി. ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ജീവി മനുഷ്യനാണ്. എത്ര വിലപിടിച്ച കമ്പ്യൂട്ടർ എടുത്താലും ഹ്യൂമൻ ബ്രെയിൻ കമ്പ്യൂട്ടറിലേക്ക് എന്ത് ഫീഡ് ചെയ്തോ അത് തിരിച്ചു തരാനേ പറ്റുള്ളൂ. പ്രായോഗിക ബുദ്ധിശക്തി മനുഷ്യനാണ്. കമ്പ്യൂട്ടർ ഇരിക്കുന്ന ഒരു കെട്ടിടത്തിന് തീ പിടിക്കുമ്പം കമ്പ്യൂട്ടറിന് സ്വയം ഓർക്കാൻ പറ്റുമോ? എൻ്റെ കണക്ഷനെങ്ങാനും കത്തിപ്പോയാൽ ഞാൻ യൂസ്ലെസ് ആവും, അതുകൊണ്ട് ഉരുണ്ടുരുണ്ട് പോയേക്കാം. ഇല്ല, മനുഷ്യൻ പോയി എടുത്തു മാറ്റണം. ബുദ്ധിശക്തി മനുഷ്യന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അപകടങ്ങളിൽ തലച്ചോറിൻ്റെ വലതുവശം തകർന്നാൽ നമുക്ക് സ്നേഹിക്കാനുള്ള കൃപ നഷ്ടപ്പെടും. മൃഗത്തെ പോലെ നമ്മൾ പ്രാന്തുള്ളവരായിട്ട് മാറും. തലച്ചോറിൻ്റെ ഇടതുവശത്തെ സെൽസ് നഷ്ടപ്പെട്ടാൽ മെമ്മറി പവർ, റീസണിങ് പവർ നമുക്ക് നഷ്ടപ്പെടും. മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ്. ദൈവം കൊടുത്ത 1-ാമത്തെ സമ്മാനം ബുദ്ധിശക്തി. ഇപ്പം ഓർമ്മശക്തി, ബുദ്ധിശക്തി, പഠിക്കാൻ കഴിയും ഒക്കെ തന്ന ദൈവത്തിന് നമ്മൾ നന്ദി പറയണം. ബുദ്ധിശക്തി. 2 സ്വാതന്ത്ര്യം. മനുഷ്യന് മാത്രമേ ഉള്ളൂ സ്വാതന്ത്ര്യം. പട്ടിയെ ഇടയ്ക്കിടയ്ക്ക് പൂട്ടിയിടും, പക്ഷിയെ കൂട്ടിലിടും. സ്വാതന്ത്ര്യം നമുക്ക് മാത്രമാണ്. എന്ത് സംസാരിക്കാനും എന്ത് പറയാനും സ്വാതന്ത്ര്യം. ഓർത്ത് നോക്കിക്കേ, നമ്മുടെ വീട്ടിലെ പശുവിനിട്ട് അയൽവക്കത്തെ പശു വന്നു വലതുവശത്തെ വയറേൽ ഒരു കുത്ത് കൊള്ളുന്ന പാടെ പശുവിന് പറയാൻ പറ്റുമോ, പൊന്നു മോളെ വലതുവശത്ത് മാത്രമല്ലേ കുത്തിയത്, കുത്തടി ഇടതുവശത്തൂടെ. കുത്തിയ പശു തിരിച്ചു കുത്തും. പട്ടിയുടെ തലയിൽ അയൽവക്കത്തെ പട്ടി ഒന്ന് കടിച്ചു. കടി കൊണ്ട പട്ടിക്ക് പറയാൻ പറ്റുമോ, പൊന്നു മോനെ തലയിലല്ലേ കടിച്ചുള്ളൂ, കടിക്കടാ വാലേ കൂടെ. തിരിഞ്ഞു നിൽക്കാൻ പറ്റിയല്ല. കുരച്ചാൽ പട്ടി തിരിച്ചു കുരയ്ക്കും, കടിച്ചാൽ പട്ടി തിരിച്ചു കടിക്കും, കുത്തിയാൽ പശു തിരിച്ചു കുത്തും. പക്ഷെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു ചീത്തവാക്ക് കേട്ടുമ്പോൾ മൗനം പാലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്.
ചില മനുഷ്യർ മൃഗത്തിൻ്റെ അത്രയേ വളർന്നിട്ടുള്ളൂ. ഒരാൾ ഒരു തെറി നമ്മളെ നോക്കി പറയുമ്പോൾ അതിൻ്റെ ഗുണനപ്പട്ടിക തിരിച്ചു പറയുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നമുക്ക് നല്ലവരാകാനും മോശക്കാരാകാനും സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യം. നന്നായിട്ട് പഠിച്ച് നല്ലവരാകാം, ഉഴപ്പി നശിച്ചു പോകാം. ദൈവം തന്ന സ്വാതന്ത്ര്യം. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസ്സാക്ഷി. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ സമ്മാനമാണ് മനസ്സാക്ഷി. നമ്മൾ പറയും കോഴിയുടെ ചങ്ക്, പോത്തിൻ്റെ ചങ്ക്, പന്നിയുടെ ചങ്ക്. മനുഷ്യൻ്റെ മനസ്സാക്ഷി. മനസ്സാക്ഷിയുള്ള മൃഗം മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് രാവിലെ പറ്റിയ തെറ്റ് വൈകിട്ട് തിരുത്താൻ നമുക്ക് പറ്റും മനസ്സാക്ഷി. അമ്മയോട് രാവിലെ ധിക്കാരം പറഞ്ഞ മോക്ക് വൈകിട്ട് സോറി മമ്മി എന്ന് പറയാൻ പറ്റും മനസ്സാക്ഷി. പക്ഷേ വീട്ടിലെ പട്ടിക്ക് ഉറക്കാൻ പറ്റുമോ? 7 മണിയുടെ കുരയ്ക്ക് ബലം പോരായിരുന്നു, അതുകൊണ്ട് 5:30 ഇരുത്തി കുരച്ചേക്കാം. അതിന് പറ്റിയല്ല. നമുക്ക് മനസ്സാക്ഷി ഉള്ളതുകൊണ്ട് തിരുത്താൻ പറ്റും. എത്ര വലിയ തെറ്റ് പറ്റിയാലും തിരുത്താൻ നമുക്ക് സാധിക്കും, ദൈവം തന്ന മനസ്സാക്ഷി. അതുകൊണ്ടാണ് ഒരു പശുവിൻ്റെ ദേഹത്ത് കൊതുവോ ബിന്തോ പ്രാണിയോ കടിച്ചാൽ അടുത്തുള്ള മരത്തേൽ മതിലിൽ 2 തിരുമ ഒറ്റ ഉരുമ. മൃഗത്തിൻ്റെ കടി തീർന്നു. മൃഗത്തിൻ്റെ കടി തൊലിക്കടി, മനുഷ്യൻ്റെ കടി മനക്കടി എന്നാണ് പറയുക. വീട്ടിൽ അമ്മ പ്രാർത്ഥിക്കാൻ വേണ്ടി അകത്തെ മുന്നിലിരിക്കുമ്പോൾ പൂച്ച ആരും ഇല്ലാത്തപ്പോഴാണ് അകത്ത് കയറി മുഴുത്ത മീനിൻ്റെ കഷ്ണം എടുത്തുകൊണ്ട് പുറത്തേക്ക് വിടുക. പൂച്ചയ്ക്കറിയാം മോഷണം മഹാമോശമാ, പക്ഷെ തിരുത്താൻ പറ്റുകയല്ല. മനസ്സാക്ഷി ഉണ്ടല്ലേ നമുക്ക് തിരുത്താൻ പറ്റൂ. ഈ മനസ്സാക്ഷി ഇരിക്കുന്ന സ്ഥലം കൂടി അച്ഛൻ പഠിപ്പിക്കാം. നിങ്ങളാരും പോയി ഇന്നത് പരിശോധിച്ചേക്കരുത്, വെറുതെ ഓർക്കാൻ വേണ്ടി. മനസ്സാക്ഷി ഇരിക്കുന്ന എവിടെ? ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുളിച്ച് തോർത്തി ടിപ്പ് ടോപ്പായിട്ട് മുറി വന്നിരിക്കുമ്പോൾ കിച്ചണിൽ നിന്നും ഏറ്റവും മൂർച്ചയുള്ള ഒരു കത്തി എടുക്കണം. കത്തി എടുത്തിട്ട് തൊണ്ട മുതൽ പുക്കിളിൻ്റെ അവിടം വരെ കീഴോട് നേരെ കീറണം. കീറിയിട്ട് വാരിയിലും മാംസവും കൂടി പൊക്കി പിടിച്ച് അകത്തേക്ക് നോക്കണം. അപ്പോൾ ഒരു കാഴ്ച കാണാം. ഒരു വൃത്തം ഇങ്ങനെ കറങ്ങുന്നു, വൃത്തത്തിനകത്ത് ഒരു ത്രികോണം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. വൃത്തത്തിനകത്തൊരു ത്രികോണം ഇങ്ങനെ കറങ്ങും. ത്രികോണം കറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ത്രികോണത്തിൻ്റെ മുന വന്ന് വൃത്തത്തിലൊരു കുത്തും. ആ കുത്തിൻ്റെ പേരാണ് മനസ്സാക്ഷി കുത്ത് എന്നും പറഞ്ഞ് ഇതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. കോപ്പി അടിച്ച് 5 മാർക്ക് മേടിച്ചാൽ ത്രികോണം വൃത്തത്തെ കുത്തും, മനസ്സാക്ഷി കുത്ത്. അന്തസ്സില്ലാത്തൊരു വാക്ക് നാക്കേന്ന് വന്നാൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രയാസം, ത്രികോണം വൃത്തത്തെ കുത്തും, മനസ്സാക്ഷി കുത്ത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആ കുത്താണ് മനസ്സാക്ഷി. ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. ഒരു പൂജയ്ക്ക് ഓർക്കാൻ പറ്റുമോ? അപ്പുറത്തെ കണ്ടം പൂജയ്ക്ക് കടി കൊടുത്തു, വൈകിട്ട് ഒരു മനസ്സാക്ഷി കുത്തുമില്ല. കടിക്കുമ്പം കടിച്ചു, കടിയോടെ തീർന്നു. പക്ഷെ നമുക്കേ ഉള്ളൂ മനസ്സാക്ഷി കുത്ത്. 1 ബുദ്ധിശക്തി, 2 മനസ്സാക്ഷി, സ്വാതന്ത്ര്യം, 3 മനസ്സാക്ഷി, 4 അമർത്യത. ദൈവം മനുഷ്യന് തന്ന ഒരു വലിയ സമ്മാനമാണ് അമർത്യത. നമ്മുടെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, വിശ്വാസം, അമർത്യത. അതുകൊണ്ടാണ് പ്രായമായ അപ്പനമ്മമാർ എത്ര ക്ഷീണിച്ച് കിടന്നാലും ശുശ്രൂഷിക്കും. നമുക്ക് ഉറപ്പാണ് 6 അടി പൊക്കമില്ലാത്ത അപ്പനിൽ അമ്മയിൽ ആകാശം വിടുന്ന ഒരാത്മാവോട് നമ്മൾ വിശ്വസിക്കുന്നു. അമർത്യത, മരണാൻ്റെ ജീവിതം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് വീട്ടിലെ പട്ടിക്ക് ഒരു ശ്വാസം മുട്ടൽ വന്നാൽ പട്ടിയെ നമ്മൾ ആംബുലൻസിൽ കയറ്റി ആശുപത്രി കൊണ്ടുപോയി ICUവിൽ അഡ്മിറ്റ് ചെയ്തിട്ട് കൃത്രിമശ്വാസം കൊടുക്കുകയല്ല. ഏതേലും മാവേലോ പ്ലാവേലോ പട്ടിയെ പൂട്ടിയിടും. പൊന്നു പട്ടി അവിടെ കിടന്ന് വലിച്ച് ചത്തോ പട്ടി. അതേസമയം 80 വയസ്സുള്ള വല്യപ്പന് ശ്വാസം മുട്ടലും അണുപ്പും കിതപ്പും വന്നാൽ ജനലും വാതിലും തുറന്നിട്ട് വല്യപ്പനെ കട്ടിലേക്ക് എടുത്തിട്ട് നമ്മൾ ആരെങ്കിലും പറയുമോ, പൊന്നു വല്യപ്പ അവിടെ കിടന്നു വലിയപ്പ എന്നും പറഞ്ഞ് ഇട്ടിട്ട് പോവുകയല്ല. നമുക്കുറപ്പാ 6 അടി പൊക്കമില്ലാത്ത അപ്പനമ്മയിൽ ആകാശമിടിയിരുന്ന ആത്മാവുണ്ട്. ദൈവ മനുഷ്യൻ തന്ന 4 സമ്മാനങ്ങൾ സൃഷ്ടിയുടെ മകിടും. 1 ബുദ്ധിശക്തി, 2 സ്വാതന്ത്ര്യം, 3 മനസ്സാക്ഷി, 4 അമർത്യത. ഇത് ഉപയോഗിച്ച് ഇത് മനസ്സിലാക്കി കുഞ്ഞുങ്ങൾ വളർന്നു വരണം, യുവജനങ്ങൾ പഠിച്ചു വളരണം, മനുഷ്യൻ നന്മയിലേക്ക് വളരണം. ഈ 4 സമ്മാനമുള്ളതുകൊണ്ട് 4 ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നമുക്ക് കഴിവുണ്ട്. മനുഷ്യന് മാത്രമേ 4 ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റൂ. 1 ദൈവത്തോട്, 2 മനുഷ്യരോട്, 3 മനസാക്ഷിയോട്, 4 പ്രകൃതിയോട്. കുഞ്ഞുനാൾ മുതൽ ഇത് പഠിക്കണം.
നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ചെന്നാൽ കാണാം, 1-ാം ക്ലാസ് മുതൽ ഈ പരിശീലനം കൊടുക്കുക. നമ്മുടെ നാട്ടിലാണ് ഇതില്ലാതെ പോവുക. 4 ബന്ധങ്ങളിൽ വളരണം. 1, ദൈവത്തോട്. അപ്പനെയും അമ്മയും തന്നത് ദൈവം, താമസിക്കാൻ വീട് തന്നത് ദൈവം, പഠിക്കുവാൻ ബുദ്ധി തന്നത് ദൈവം, അധ്യാപകരെ തന്നത് ദൈവം, ആരോഗ്യം തന്നത് ദൈവം. ആ ദൈവത്തോട് നമുക്ക് ബന്ധപ്പെടണം. ദൈവത്തോട് ബന്ധപ്പെടാൻ വേണ്ടി ഓരോ മതത്തിലും അതിൻ്റേതായ സംവിധാനമുണ്ട്. നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടാനുള്ള അവസരമാണ് ഞായറാഴ്ചകളിലെ ആരാധന, ഈ 4 സന്ധികളിലെ കൺവെൻഷൻ, ഇടയ്ക്കിടയ്ക്കുള്ള ധ്യാന യോഗങ്ങൾ, ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ, വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഇതൊക്കെ ദൈവത്തോട് ബന്ധപ്പെടാൻ ദൈവം തന്ന അവസരമാണ്. അത് കളയാതെ ദൈവത്തോട് ബന്ധപ്പെടുക, ദൈവത്തോട് ബന്ധപ്പെട്ട് നല്ല മക്കളായി വളർന്നു വരിക. ഒരു വൃക്ഷത്തിൻ്റെ തൈ ഏത് മലയുടെ മുകളിൽ നട്ടാലും അതിൻ്റെ വേര് വെള്ളം തേടി പോവും. ഒരു വൃക്ഷത്തൈ ഏത് ഉൾപ്രദേശത്ത് നട്ടാലും അതിൻ്റെ ഇല സൂര്യനെ തേടി പോവും. അതുപോലെ നമ്മൾ എവിടെയായിരുന്നാലും ദൈവത്തെ തേടി പോകണം. ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും സ്തുതിച്ചും നല്ല പാട്ടുകൾ പാടിയും ദൈവത്തെ തേടുക, ദൈവവുമായി ബന്ധപ്പെടുക. 2, മനുഷ്യബന്ധം. മനുഷ്യരോട് ബന്ധപ്പെടാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അച്ഛൻ ഇങ്ങനെയൊന്ന് പ്രസംഗിക്കുമ്പോൾ ഇത് പഠിപ്പിച്ച് വളർത്തിവിട്ട ഒരു സമൂഹം, അത് സ്വീകരിച്ച ഒരു ലോകം, അതെല്ലാം കൂടെ ഇത്ര എത്തിക്കുക. മനുഷ്യരോട് ബന്ധപ്പെടണം. മുടി വെട്ടിയ ബാർബർ, തുണി തയ്ച്ച തയ്യക്കാർ, ഏതെല്ലാം ആൾക്കാർ, എത്ര പേരുടെ സേവനത്തിൻ്റെ ഫലമാണ് നമ്മുടെ ജീവിതം. അപ്പോൾ മനുഷ്യരോട് ബന്ധപ്പെടണം. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ഉണ്ണാനിരിക്കുമ്പം ഒരു കഷ്ണം മുഴുത്ത വറുത്ത മീൻ കിട്ടുന്നില്ല, വെറുതെ സങ്കല്പിക്കുക, അങ്ങനെ കിട്ടും. ഒരു കഷ്ണം മുഴുത്ത വറുത്ത മീൻ കിട്ടുമ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചാൽ ഒരന്ത്യവും ഇല്ല, ചിന്തിച്ചില്ല ഒരു കുന്തവും ഇല്ല. ഒരു കഷ്ണം വറുത്ത മീൻ കഴിച്ചപ്പോൾ അതിൻ്റെ പുറകിൽ എത്ര പേരാണ് പ്രവർത്തിച്ചത്? ഇന്നലകളിൽ വള്ളം തുഴഞ്ഞവർ, വലയെറിഞ്ഞവർ, വലിച്ചു കയറ്റിയവർ, ലേലം പിടിച്ചവർ, കൊട്ടയിലാക്കിയവർ, ചുമന്നുകൊണ്ട് വന്നവർ, വെട്ടാൻ ഉപയോഗിച്ച കത്തി ഉണ്ടാക്കിയ കൊല്ലൻ, വറക്കാൻ ഉപയോഗിച്ച ചട്ടിയിലൊഴിച്ച എണ്ണയുണ്ടായ തേങ്ങയുണ്ടായ തെങ്ങ്, മസാലപ്പൊടി കണ്ടുപിടിച്ചവർ, 100 പേര് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു മീൻ വറുത്ത മീനായിട്ട് മേശപ്പുറത്ത് വരിക. ആര് ഓർത്തേക്കല്ലേ? ഇന്നലെ എങ്ങാണ്ട് ശംഖുമുഖത്തെങ്ങാണ്ട് ഏതോ മുക്കുവൻ വലയെറിഞ്ഞപ്പോൾ ഒരു കഷ്ണം വറുത്ത മീൻ ഡിസ്കോ ഡാൻസ് കളിച്ച് മുക്കുവൻ്റെ വലയിലേക്ക് വരികയും അത് ലോങ് ജമ്പ് ചാടി അമരവളയിലെത്തിയെന്ന് ഒരിക്കലും ഓർത്തേക്കല്ലേ? 100 പേരുടെ പ്രവർത്തന ഫലമാണ്. നമ്മളെ കുത്തിവെച്ച നേഴ്സ്, മരുന്ന് തന്ന ഡോക്ടർ, താരാട്ടുപാടിയ അമ്മ, പോറ്റിയ അപ്പൻ, അങ്ങനെയൊക്കെ ഇത്രയും വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിലും അങ്ങനെയാണ്. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, ബന്ധപ്പെടണം. അതാണ് മഹാത്മാഗാന്ധി, മദർ തെരേസ, നമ്മുടെയൊക്കെ മിഷണറിമാർ ഒക്കെ പഠിപ്പിച്ച പാഠം അതാണ്. മറ്റുള്ളവരോട് ബന്ധപ്പെട്ട് വളരുക. അപ്പോൾ 1, ദൈവത്തോട് ബന്ധപ്പെടുക. 2, പരസ്നേഹ പ്രവൃത്തി വഴി മനുഷ്യരോട് ബന്ധപ്പെടുക. 3, മനസാക്ഷി ബന്ധം. എന്താണ് മനസാക്ഷി ബന്ധം? ഒരു വണ്ടി എത്ര സ്പീഡിൽ പോകുമ്പോഴും ഡീസൽ മാറ്റാൻ വേണ്ടി പമ്പിൽ നിർത്തും. ഒരു ടോർച്ച് എത്ര ഭംഗിയാടി ജ്വലിച്ചാലും ബാറ്ററി മാറ്റാൻ, ചാർജ് ചെയ്യാൻ വേണ്ടി അത് മാറ്റിവെക്കും. അതുപോലെ നമ്മളെത്ര മിടുക്കിയാണോ ദൈവത്തോട് ബന്ധപ്പെട്ട് മനസാക്ഷിയെ ശുദ്ധീകരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, ഞാൻ ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ, ഈ പോക്ക് പോയാൽ ഒരു പോക്കാണോ, ഒരു ചിന്ത നമുക്ക് ആവശ്യം. ഇവിടെയാണ് മനസാക്ഷി ബന്ധം നമ്മൾ സൂക്ഷിക്കുക, തിരുത്തുക. 4, പ്രപഞ്ചബന്ധം. എന്താണ് പ്രപഞ്ചബന്ധം? പ്രപഞ്ചബന്ധമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രകൃതിയുമായി നമുക്ക് ഒരു നല്ല സ്നേഹം വേണം, ലോകവുമായി ഒരു നല്ല സ്നേഹം. ഇടത്തും വലത്തും കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നടക്കരുത്, കടലാസ് കീറി വഴിയിടരുത്, പ്ലാസ്റ്റിക് വെറുതെ വലിച്ചെറിയരുത്, മുട്ടായി കടലാസുകൾ റോഡിലിടരുത്. സിംഗപ്പൂരിലും മറ്റും നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ഒരാൾ പരസ്യമായിട്ട് റോഡിൽ തുപ്പിയാൽ $20 സിംഗപ്പൂർ ശിക്ഷ. ഒരപ്പൻ മോൻ്റെ കൂടെ പോയി 3 മാസം താമസിച്ചിട്ട് തിരിച്ചു വന്നവൻ എൻ്റെ അച്ഛോ സിംഗപ്പൂരിൽ എന്തൊരു ചിലവാണ്, അവന് കിട്ടുന്ന ശമ്പളം തുപ്പാൻ പോലും തികയല്ല, പരസ്യമായിട്ട് തുപ്പിയാൽ ഒരു തുപ്പിന് $20 വെച്ച് കൊടുക്കണം. നമ്മളും പഠിക്കണം വൃത്തി. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, നമ്മൾ പഴം നിന്നിട്ട് തൊലി റോഡിലെറിയുക, മുട്ടായിക്കടലാസ് എറിയുക, ചപ്പും ചവറും എറിയുക, മുഴുവൻ കാർക്കിച്ച് തുപ്പുക. ഗതികേടിന് പബ്ലിക് റോഡ് എന്നതിൻ്റെ മലയാള തർജ്ജിമ പൊതുനിരത്ത് എന്നാണ് പല ആൾക്കാരും ധരിച്ചു വച്ചിരിക്കുന്നത്.
പൊതുവായ സാധനം മൊത്തം നിരത്താനുള്ള സ്ഥലം. ഇതാണ് പൊതുനിരത്ത്. അങ്ങനെയുള്ളിടത്താണ് പ്രപഞ്ചത്തെ, പ്രകൃതിയെ സ്നേഹിക്കണം. കിടക്കുന്ന മുറി, ഉപയോഗിക്കുന്ന ക്ലാസ് റൂം, കിടക്കുന്ന കട്ടിൽ, വീട്ടിൻ്റെ ചിട്ടയും ക്രമവും അത് പാലിക്കുക. പ്രപഞ്ചവുമായി ബന്ധപ്പെടുക. അപ്പോൾ 4 ബന്ധങ്ങൾ: ദൈവത്തോട്, മനുഷ്യരോട്, മനസാക്ഷിയോട്, പ്രകൃതിയോട്.